നമ്മൾ നോക്ക് ക്ലീനിങ് കാണിച്ചു കണ്ട അടിപൊളി ക്ലീനിങ് കാണിക്കും ഉണ്ടാവും എപ്പോഴും. നിങ്ങൾ നോക്ക് ഇവിടുത്തെ ടൈമിങ് നോക്ക്. നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ലല്ലോ, അധികം നമ്മൾ നിന്നിട്ടല്ല ചെയ്യണേ. തുടങ്ങിയിട്ട് വന്ന ഇയറെല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ നിസ്കാരം തുടങ്ങി. ഇതാണ് ഇമാമിൻ്റെ ഇരിക്കാന സ്ഥലം. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ മെഹല്ലയുടെ മസ്ജിദ് കാണിച്ചു തരാം. അടിപൊളി മസ്ജിദ് ഉണ്ട് ഇവിടെ കണ്ട. ഇതാണ് എൻ്റെ മെഹല്ലയുടെ മസ്ജിദ്. ഇതിൻ്റെ പേരാണ് താജുസറിയ മസ്ജിദാണ് കണ്ട. ഇതാണ് എൻ്റെ മെഹല്ലയുടെ മസ്ജിദ്, അടിപൊളി മസ്ജിദ്. മസ്ജിദിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കി, ഇത് ചെരുപ്പിട്ടാണ് ഏരിയ. നമ്മളിവിടെ ചെരുപ്പ് കിട്ടും. ഇത് നമ്മൾ വാഷിങ്, നമ്മൾ മുഖം വാഷ് ചെയ്യുന്ന സ്ഥലം നോക്കി. ഓതി പോയിട്ട് കാണിച്ചു കേട്ടോ. നോക്ക്, ഇതാണ് ഇമാമിൻ്റെ ഇരിക്കാന സ്ഥലം. അപ്പോൾ ഇപ്പോൾ ടൈം മറ്റേ ജോറ് കഴിഞ്ഞിട്ടുണ്ട്, ടൈമിംഗ് ഇല്ല ഇപ്പോൾ. പിന്നെ കാണിച്ചാ ആൾക്കാരെ ഇപ്പോൾ ഇല്ല, നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും പോയിട്ടുണ്ട് ആൾക്കാർ. അതൊക്കെ ചൂടുണ്ട്. അപ്പോൾ എ സി നമ്മൾ ഇപ്പോൾ നിസ്കാരിക്കുമ്പോൾ നമ്മൾ എ സി കിട്ടും. നമ്മൾ നോക്കി ക്ലീനിങ് കാണിച്ചാ കണ്ട അടിപൊളി ക്ലീനിങ് കാണിക്കും ഉണ്ടാവും എപ്പോഴും കണ്ട. ഇത് നോക്കി, ലൈറ്റിങ് കണ്ട സൂപ്പർ അടിപൊളി ലൈറ്റിങ്. ടൈമിങ് നോക്ക്, ഇവിടുത്തെ ടൈമിങ് നോക്ക്. ഫജർ സുഹർ എല്ലാ ടൈമിങ്ങുകളുണ്ട് കണ്ട. ഒരു 4 എ സി ഉണ്ട് നമ്മുടെ ഈ മസ്ജിദിൽ. 4 എ സി ഉണ്ട്. അപ്പോൾ മറ്റേ നിസ്കാരിക്കുമ്പോൾ ഫുള്ള് ഓൺ ചെയ്യും. നമ്മൾ എപ്പോഴും 5 ടൈമിൽ നിസ്കാരിക്കുമ്പോൾ 5 ടൈമിൽ നമ്മൾ എ സി ഓൺ ചെയ്യും. പിന്നെ ഒരെണ്ണം ഇവിടെ ഉണ്ട്, പിന്നെ അവിടെ ഉണ്ട്, പിന്നെ അത് ഒരെണ്ണം അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ കുറേ ഖുറാൻ ബുക്ക് ഇവിടെ മറ്റേ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ നാട്ടിലത്തെ ഒരു പയ്യനാണ് ഖുറാൻ ഓതുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെറുതെ അല്ല, നമ്മൾ റംസാനാകുമ്പോൾ എപ്പോഴും ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ഫുൾ ടൈം ആൾക്കാരെ ഇവിടെ കാണും. അപ്പോൾ മറ്റേ നിസ്കാരിക്കും, പിന്നെ ഖുറാൻ ഓതും. പള്ളി ഓർമ്മയിട്ടിട്ട് ആൾക്കാരെ അങ്ങനെ പോകില്ല. കാരണം റംസാനായിട്ട് ഫുൾ ടൈം ഇവിടെ ആൾക്കാരെ ഉണ്ടാവും. ഇത് നമ്മുടെ മസ്ജിദല്ലേ, ഒരു വർഷം ഓൺലി 1 ഇയറിൽ കംപ്ലീറ്റ് ആയി. നമ്മൾ തുടങ്ങിയിട്ട് 1 ഇയറിൽ നമ്മൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ നിസ്കാരം തുടങ്ങി. സാധാരണ അത്ര ടൈം എടുക്കാറില്ല, സാധാരണ കുറേ ടൈം എടുക്കും. ഒരു മസ്ജിദ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് 5-6 വർഷം അല്ലെങ്കിൽ 3 വർഷം നമുക്ക് വേണം. പക്ഷേ ഇത് ഓൺലി 1 ഇയറിൽ ഫുൾ മറ്റേ കംപ്ലീറ്റ് ആയി. അത്ര ആൾക്കാരെ ഇതിൽ ചെലവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കണ്ട ഫിനിഷിങ് കണ്ട, എവിടെ നോക്കിയാലും ഫുൾ നല്ല ഫിനിഷിങ് കാണും കണ്ട. ഇത് എൻ്റെ മെഹല്ലയുടെ മസ്ജിദാണ്. എനിക്ക് ഇവിടെ വന്നിട്ട് നല്ല രസം. പിന്നെ ഇവിടെ എല്ലാവരും ഈ മറ്റേ ഓതു ചെയ്യാറില്ലേ, അത് ഇരിക്കിട്ട് ചെയ്യണേ. പക്ഷേ നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ലല്ലോ, അധികം നമ്മൾ നിന്നിട്ടല്ല ചെയ്യണേ. ഉണ്ടാവും, പക്ഷെ ഞാനധികം കണ്ടിട്ടില്ല. ഇത് ഇപ്പോൾ അത്ര ലൈറ്റ് കാണണേ. പക്ഷേ നബിദിനമാകുമ്പോൾ ഇതുക്കും മേലെ ലൈറ്റുകളൊക്കെ ഇവിടെ കാണും. ഇത് എപ്പോഴും നോർമൽ ഉണ്ട്, ഇത് എപ്പോഴും ഇവിടെ ഉണ്ട്. പക്ഷേ നബിദിനമാകുമ്പോൾ ഒരുപാട് ലൈറ്റിങ് ഒക്കെ കാണും ഇവിടെ. ഇത് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരുണ്ട്. എന്താ പറയാൻ നോക്കട്ടെ, എന്തെങ്കിലും ബോലോ ഭായി, സലാം ബോലോ. ഇത് എൻ്റെ നാട്ടിലത്തെ ഒരാളുണ്ട്. അല്ല, അപ്പോൾ ഇസ്ലാം പറയണേ, എങ്ങനെയുണ്ട് ആൾക്കാരെ അത് പറയണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പള്ളിയിൽ ഒരു മറ്റേ 200 സംതിങ് ആൾക്കാരെ വരും. ഈ ഏരിയയിൽ മൊത്തം 200 സംതിങ് ആൾക്കാരെ ഉണ്ടാവും നിസ്കാരിക്കാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇതുണ്ട്, സ്ഥലമുണ്ട്. മുകളിൽ സ്ഥലമുണ്ട്. മുകളിലത്തെ സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കാണിച്ചു കേട്ടോ. മാഷാ അല്ലാ, ഇത് മുകളിലത്തെ ഏരിയ. ഇവിടെ ഫുൾ ടൈൽസ് വെച്ചിട്ടുണ്ട് കണ്ട, ഫുൾ ടൈൽസ് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ആൾക്കാരെ ഒരുപാടാകുമ്പോൾ നമുക്ക് മുകളിൽ നിസ്കാരിക്കാൻ പറ്റും. അപ്പോൾ മൊത്തം റെഡിയാണ്. മുകളിലത്തെ ഇപ്പോൾ ഫാൻ വെച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ തിരിക്കാൻ പോണേ, നമ്മൾ ബ്ലോഗ് തിരിക്കാൻ പോണേ. ഇനി നമ്മൾ കാണും, അടുത്ത ബ്ലോഗിൽ നമുക്ക് കാണാം. ഓക്കെ. दुनिया में रोशनी की